ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇത് നമ്മുടെ പുതിയ ചാനലാണ് SDK റിയാക്ട്സ് മലയാളം. സോ നമ്മൾ ഈ ഒരു ചാനലിലേക്ക് വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റേ ചാനലിലേക്ക് എപ്പോഴും സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടൻറ്റ്സ് മാത്രമേ ചെയ്യുന്നുള്ളൂ. സോ അതിനകത്തേക്ക് നമുക്ക് വേറെയുള്ള കാര്യങ്ങളൊന്നും സംസാരിക്കാൻ താല്പര്യമില്ല. സോ ഇവിടേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ റിയാക്ഷൻ വീഡിയോസിനായിരിക്കും കൂടുതൽ ചാൻസ് കൊടുക്കുന്നത്. പിന്നെ അല്ലാതെയുള്ള കോണ്ടൻറ്റ്സ് ഒക്കെ നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നതായിരിക്കും. സോ ഈ ചാനൽ നിങ്ങൾ ഇന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ബാക്കിൽ കാണുന്ന ദുരന്തർ ദ റിവഞ്ച് എന്ന സിനിമയുടെ പോസ്റ്ററാണ്. സോ ഇതിലേക്ക് വന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ദുരന്തർ കണ്ട സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടെക്നിക്കലി ഇതൊരു ബ്രില്യൻ്റ് പടമാണ്, കിഡിലൻ വർക്കാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതിനകത്തെ കഥ എന്ന് പറയുന്നൊരു സംഭവം നിങ്ങൾ ആ ഒരു രീതിയിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇത് ഒരു പ്രൊപ്പഗണ്ട മൂവിയാണ്. സോ ആ വേർഡ് നിങ്ങളൊന്ന് സൂക്ഷിക്കണം. കാരണം ഇനി അങ്ങോട്ട് പറയുന്ന പല കാര്യങ്ങളും കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്നെ കുറ്റപ്പെടുത്താനുള്ള ഒരുപാട് കാര്യങ്ങൾ കിട്ടും. ഞാൻ കമ്മിയാവും, കൊങ്ങിയാവും, സുഡാപ്പിയാവും, സംഖ്യയാവും. അതുപോലെ തന്നെ ഞാൻ മറ്റേതെങ്കിലും രാജ്യത്തേക്ക് പോകാൻ നിങ്ങൾ പാസ്പോർട്ട് എടുത്ത് തരുന്ന സാഹചര്യം വരെ എത്തും. പക്ഷേ പറയേണ്ട കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ പറയണ്ടേ? അപ്പോൾ പറയാതിരുന്നു കഴിഞ്ഞാൽ മോശമല്ലേ? ഈ പറഞ്ഞ ദുരന്തർ എന്ന സിനിമ പാർട്ട് 1 പാർട്ട് 2 ഇത് പ്രൊപ്പഗണ്ടയാണെന്ന് പല ആൾക്കാരും പറഞ്ഞു. പാർട്ട് 1 കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയാൻ പോയിട്ടില്ല, കാരണം അതെനിക്ക് ഇഷ്ടപ്പെട്ടൊരു പടമാണ്. അതിന് മുമ്പായിട്ടൊരു കാര്യം പറയാം. പ്രൊപ്പഗണ്ട എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരുപാട് സിനിമകളിൽ ഒരുപാട് സംവിധായകർ, എഴുത്തുകാർ എല്ലാവരും അവരുടേതായിട്ടുള്ള രാഷ്ട്രീയങ്ങൾ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഏരിയ തന്നെയാണ്. ഒരുപാട് പ്രൊപ്പഗണ്ട സിനിമകൾ നമ്മുടെ ചുറ്റുപാടും റിലീസ് ആവുന്നുണ്ട്, ഇല്ല എന്നല്ല ആ പറയുന്നതിൻ്റെ അർത്ഥം. പ്രൊപ്പഗണ്ട സിനിമകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവർ ചെയ്ത നല്ല കാര്യങ്ങൾ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. അതിനർത്ഥം മറ്റുള്ളവർ ചെയ്തതെല്ലാം മോശമാണ് എന്നല്ല, മറ്റുള്ളവർ മോശക്കാരാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഞങ്ങൾ ചെയ്ത നല്ലതിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് അതിനെ മറ്റുള്ളവർ ചെയ്ത കാര്യങ്ങളെ ഞങ്ങളുടേതാക്കി വെടക്കാക്കി തനിക്കാക്കുക എന്ന് പറയുന്നൊരു പരിപാടി ഉണ്ടല്ലോ, ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിലേക്ക് കൊണ്ടെത്തിക്കുന്ന ആദിത്യധറിൻ്റെ കാഴ്ചപ്പാടിനോടാണ് എനിക്ക് വിയോജിപ്പ്. അല്ലാതെ ഒരു തരത്തിലും ആ സിനിമയെ ഞാൻ ഇന്ന് വരെ നെഗറ്റീവ് പറഞ്ഞിട്ടില്ല. ടെക്നിക്കലി, പെർഫോമൻസ്, മ്യൂസിക്, സിനിമാറ്റോഗ്രാഫി, എഡിറ്റിംഗ് എല്ലാ ഏരിയയിലും പൊളി സാധനങ്ങളാണ്. ഇതിൻ്റെ ഫാക്ട്സിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ഈ പറയുന്ന മുൻകാലങ്ങളിലുള്ള സർക്കാരിനെ ഭയങ്കരമായിട്ട് വിമർശിക്കുന്ന ഒരുപാട് ഡയലോഗ്സ് ഈ സിനിമയിലുണ്ട്. അതിൽ പ്രധാനമായിട്ടും റിവഞ്ചിനകത്ത്, അതായത് മേജർ ഇക്ബാലിൻ്റെ ക്യാരക്ടറിൻ്റെ വീട്ടിലേക്ക് അയാൾ ചെന്ന് കയറുമ്പോൾ അയാളുടെ അച്ഛനായിട്ടുള്ള കഥാപാത്രം മേജർ ഇക്ബാലിനോട് പറയുന്നു, നീയല്ലേ പറഞ്ഞത് ഇത്തവണയും നിങ്ങളുടെ പ്രിയപ്പെട്ട സർക്കാർ തന്നെ ആയിരിക്കും, നിങ്ങളുടെ സർക്കാർ തന്നെ ആയിരിക്കും അധികാരത്തിൽ വരിക എന്നുള്ളത്. അതിനർത്ഥം കോൺഗ്രസ് സർക്കാർ വരുമെന്നല്ലേ നിങ്ങൾ പറഞ്ഞിരുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവരാണ് ഇവർക്ക് ഇത്രയും കാലം സഹായങ്ങൾ ചെയ്തു കൊടുത്ത് ഫണ്ട് ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നതെന്നാണ് ആദിത്യധറിൻ്റെ മഹത്തായ കണ്ടെത്തൽ. ഈ ഒരു കണ്ടെത്തലിനെ ഒരു എന്താ പറയുക, ഒരു വല്ലാത്ത കണ്ടെത്തലായിട്ടേ പറയാൻ പറ്റുള്ളൂ. പ്രിയപ്പെട്ട ആദിത്യധർ, നിങ്ങളൊരു കാര്യം ഇത്രയും സ്റ്റഡീസ് നടത്തിയ സമയത്ത് നിങ്ങൾ ഈ പറയുന്ന റോ എന്ന് പറയുന്ന ഏജൻസി ഉണ്ടായത് എങ്ങനെയാണ്, ഏത് കാലഘട്ടത്തിലാണെന്നുള്ളത് ആദ്യം ഓർക്കണമായിരുന്നു. അല്ലാതെ തനിക്കാക്കി വെടക്കാക്കാൻ വേണ്ടിയിട്ട് എന്ത് തെണ്ടിത്തരവും വിളിച്ചു പറയുക എന്ന് പറയുന്നത് കുറച്ച് മോശം പരിപാടിയാണ്. നമ്മളീ പറയുന്ന റോ ഇതുണ്ടായത് 1968 ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിട്ടിരിക്കുന്ന സമയത്താണ്. DRDO ഉണ്ടാവുന്നത് നെഹ്റുവിൻ്റെ കാലത്ത്. അപ്പോൾ ആദിത്യധർ ഇത് രണ്ടും മറന്നുപോയതല്ല എന്നുള്ളത് ആദിത്യധറിന് നല്ലപോലെ അറിയാം. സിനിമയിലെ പ്രധാനമായിട്ടുള്ളൊരു ട്വിസ്റ്റ് ഉണ്ട്. ആ ഏറ്റവും അവസാനം കാണിക്കുന്ന ഒരു കഥാപാത്രമുണ്ട്. അതായത് ജമീൽ ജമാലി എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറുള്ളത് ഏകദേശം 45 വർഷത്തോളം പാകിസ്ഥാനിൽ സ്പൈ ആയിട്ട് വർക്ക് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിനെ സ്പൈ ആയിട്ട് അങ്ങോട്ടത്തേക്ക് അയച്ച പ്രധാനമന്ത്രിയുടെ പേര് ഇന്ദിരാഗാന്ധി എന്നാണ്. അതെന്തുകൊണ്ടാണ് ആദിത്യധർ എവിടെയും കാണാതെയും കേൾക്കാതെയും പറയാതെയും പോയി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇനി നെഹ്റുവിൻ്റെ കാലം മുതൽക്കേ പാകിസ്ഥാന് നല്ല അടി ഇന്ത്യ കൊടുക്കാതൊന്നും ഇരുന്നിട്ടില്ല. കാരണം ഇന്ത്യ അത്ര മോശം കൺട്രി ഒന്നും അല്ല. അമ്മാതിരി പണികൾ ഇന്ത്യ തിരിച്ചു കൊടുത്തിട്ടുമുണ്ട്. ഇന്ത്യയിലെ അയൺ ലേഡിയിൽ നിന്ന് ഇന്ദിരാഗാന്ധിയെ എന്തുകൊണ്ട് വിളിക്കുന്നു എന്നുള്ളത് ചരിത്രങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. ഒരിടത്തും മുട്ടുകുത്തി നിൽക്കാൻ അവർ തയ്യാറായിട്ടുമില്ല. ഇന്ത്യ എന്ന രാജ്യത്തിനെ അങ്ങനെ നിർത്തിക്കൊടുക്കാൻ ഇതുവരെയുള്ള ഒരു സർക്കാരുകളും ശ്രമിച്ചിട്ടുമില്ല. സോ 2014 ശേഷം മാത്രമാണ് ഇന്ത്യ നിവർന്നു നിന്ന് എന്ന് വിശ്വസിക്കുന്ന ചില മണ്ടന്മാരോട് മാത്രമേ എനിക്കത് പറയാനുള്ളൂ. സിനിമയിൽ 1971
പാകിസ്ഥാനിട്ട് നല്ല കൊട്ടുകൊട്ടിയത് ഇന്ത്യ തന്നെയാണ്. അതിനകത്ത് ഒരു വ്യത്യാസവും ഇല്ല. ആ കാലഘട്ടത്തെ പ്രധാനമന്ത്രിയും ഇന്ദിരാഗാന്ധി ആണെന്നുള്ളത് ആദിത്യധർ മറന്നു പോയിട്ടുണ്ടാവും. ഇനി അജയ് സന്യാൽ, അതായത് നമ്മുടെ അജയ് ഡോളിൻ്റെ ക്യാരക്ടർ അവതരിപ്പിക്കുന്ന മാധവൻ പറയുന്നൊരു ഡയലോഗ് ഉണ്ട്. ഇന്ത്യയിൽ ഇത്തരത്തിൽ നിലപാടെടുക്കുവാനുള്ള സർക്കാരുകളില്ല, കാറ്റ് മാറി വീശി തുടങ്ങണം. പറഞ്ഞു വരുന്ന സമയത്ത് കാണ്ഡഹാർ ഇഷ്യൂ ആണ് സിനിമയിൽ കാണിക്കുന്നത്. സോ കാണ്ഡഹാർ ഇഷ്യൂ നടക്കുന്ന സമയത്ത് ഇന്ത്യയിലെ പ്രധാനമന്ത്രി ആരാണ്? അടൽ ബിഹാരി വാജ്പേയി. എന്തുകൊണ്ട് ആ സർക്കാരിന് ഇതൊന്നും ചെയ്യാൻ പറ്റാതെ പോയി? അടൽ ബിഹാരി വാജ്പേയി സർക്കാർ അത്രയ്ക്ക് മോശമായിരുന്നു. ആ സർക്കാർ അന്ന് വിട്ടുകൊടുത്തത് 3 തീവ്രവാദികളെയാണ്. ഈ 3 തീവ്രവാദികളിൽ ഒരു തെണ്ടിയാണ് തിരിച്ചു വന്ന് നമ്മുടെ പാർലമെൻറ്റിനെ അറ്റാക്ക് ചെയ്തത്. ആ സമയത്തും ഇന്ത്യയിലെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി തന്നെയാണ്. അതും മറക്കരുത്. ഇനി ടൈം ലൈനിലേക്ക് ഞാൻ വരാം, അത് ഞാൻ പിന്നീട് പറയാം, വെയിറ്റ് ചെയ്യേ. അപ്പോൾ അന്ന് ഈ ചെയ്ത പ്രശ്നത്തിൻ്റെ ഉത്തരവാദിത്തം ഏത് സർക്കാർ ഏറ്റെടുക്കണം? ആദിത്യധറിൻ്റെ കാഴ്ചപ്പാടാണെന്നുണ്ടെങ്കിൽ അത് കോൺഗ്രസ് സർക്കാരിൻ്റെ ഉത്തരവാദിത്തം ഇല്ലായ്മയാണെന്നേ പറയാൻ പറ്റുള്ളൂ. അതായത് ചില ആൾക്കാർ എല്ലാം ചെയ്തത് നെഹ്റു ആണെന്ന് പറഞ്ഞു വെക്കുന്നത് പോലെ. ഇതൊരു പാർട്ടി പ്രസ്താവനയോ കാര്യങ്ങളോ ഒന്നുമില്ല, പക്ഷെ പറയുമ്പോൾ ചില കാര്യങ്ങൾ എടുത്തു പറയാതിരിക്കാനും പറ്റില്ല. അതുപോലെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് മുംബൈ ആക്രമണത്തിൻ്റെ മെയിൻ ഇഷ്യൂ. അതായത് പാർലമെൻറ്റ് ഇഷ്യൂവിനെ അവിടെ ഒരു സംഭവമായി മാത്രം കാണിച്ചിട്ട് പിന്നീട് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്ന ഹംസ അലി മസാരി എന്ന് പറയുന്ന ക്യാരക്ടർ അവിടെ പോയതിന് ശേഷമുള്ള മുംബൈ അറ്റാക്കിൻ്റെ സംഭവമാണ്. അതുപോലെ തന്നെ 2009 ഈ പറഞ്ഞ മുംബൈ അറ്റാക്ക് നടന്നൊരു സംഭവത്തിന് ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അതിനെ പിന്നീട് സിനിമയിൽ എങ്ങനെ അത് പോർട്രേറ്റ് ചെയ്ത് വെക്കുന്നുണ്ടെന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ സമയത്തും ഇന്ത്യയുടെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആണ്. സോ പിന്നീട് അങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിനിമയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എൻട്രിയാണ്. അതായത് നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരത്തിലേറുന്നു. പിന്നീട് അങ്ങോട്ട് രണ്ടാമത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോട്ട് നിരോധനത്തിൻ്റെ വീഡിയോ ആയിട്ട് അദ്ദേഹത്തിന് വീണ്ടും സിനിമയിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. സോ ഇനിയാണ് കഥ മാറുന്നത്. അതായത് നോട്ട് നിരോധനം കൊണ്ടുവരുന്നൊരു പോർഷൻ, അവിടെ ഇന്ത്യയിലേക്ക് ഏതാണ്ട് 60,000 കോടിയുടെ കള്ളനോട്ട് വരാനിരിക്കെയാണ് ഇത്തരത്തിലൊരു തീരുമാനം എടുക്കാൻ ഇന്ത്യൻ സർക്കാരിനെ തീരുമാനിച്ചതെന്നാണ് സിനിമയിൽ കാണിക്കുന്ന പൊള്ളയായ വാദം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കള്ളനോട്ടുകൾ പിടിക്കേണ്ടത് സർക്കാരിൻ്റെ ആവശ്യം തന്നെയാണ്, ഒരിക്കലും ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഇനി പറയേണ്ടത് നോട്ട് നിരോധനത്തിനെ കുറിച്ചാണ്. 99.3% തിരികെ വന്നിട്ടുണ്ട് എന്നാണ് RBI റിപ്പോർട്ട് ചെയ്യുന്നത്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇത് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് എടുത്തിട്ട് പടച്ചുണ്ടാക്കണതല്ല, നിങ്ങൾക്ക് അന്വേഷിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വരുന്ന കോണ്ടൻസ് എടുത്ത് വെച്ചിട്ട് വരുന്ന ആൾക്കാർക്ക് ഇതൊന്നും ഓർത്തെടുക്കാനോ ചിന്തിക്കാനോ മനസ്സിലാക്കാനോ ഉള്ള സമയം ഉണ്ടാവില്ല. അതായത് ഏകദേശം ഒരു 14.97 ലക്ഷം കോടിയുടെ പണം തിരികെ വന്നിട്ടുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഓക്കെ, അതിനപ്പുറത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തിരികെ വരാതെ പോയത് ഏകദേശം 10,000 കോടിയോളം മൂല്യം വരുന്ന തുകയാണ് തിരികെ വരാതെ പോയത്. പൈസ മാത്രമേ ഉള്ളൂ. 99.3% തിരിച്ചു വന്നു. 3% നമുക്ക് തിരികെ കിട്ടിയിട്ടുണ്ട്. വെറും 0.7% ആണ് തിരികെ കിട്ടാത്തത്. സോ തൊട്ടടുത്ത് തന്നെ 2000 നോട്ട് വന്നു. ഏതാ? നമ്മുടെ ചിപ്പുണ്ട്, അതിനകത്ത് മറ്റേ GPS വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നോട്ട് എവിടെ കൊണ്ടുപോയാലും നമ്മൾ ഒരിക്കലും കണ്ടുപിടിക്കാം, എപ്പോൾ വേണമെങ്കിലും കണ്ടുപിടിക്കാം എന്നൊക്കെ പറയുന്ന കുറേ സംഭവങ്ങൾ. എത്ര നോട്ടുകളാണ് ഒരാളുടെ കയ്യിൽ ഇരിക്കുന്നതെന്നൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുന്നതൊക്കെ ഉള്ള മണ്ടൻ സ്റ്റേറ്റ്മെൻറ്റുകൾ പറഞ്ഞ ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. ഈ മണ്ടന്മാരെ നമ്മൾ മറക്കരുത്. ഈ 2000 നോട്ട് ഇറങ്ങിയതിന് ശേഷം ഇന്ത്യയിൽ മാത്രമായിട്ട് ഏകദേശം 2017 കണക്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ 28.1 കോടി രൂപയുടെ കള്ളനോട്ട് പിടിച്ചിട്ടുണ്ട്. അതിലേറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് 2000 നോട്ടാണ്. അത് അവിടെ നിൽക്കട്ടെ. അതായത് മുൻ വർഷങ്ങളിൽ പിടിച്ച 15.9 കോടി രൂപ കള്ളനോട്ടിനേക്കാൾ 76% വർധനവാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത് ഓർക്കണം. 2017 കണക്കാണ് ഇത്. നിങ്ങൾക്ക് അന്വേഷിച്ച് കഴിഞ്ഞാൽ കിട്ടാവുന്ന കണക്ക് മാത്രമേ ഉള്ളൂ. ഈ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ കൂടെ ഒന്ന് വിശ്വസിച്ചേക്കണേ. അതായത് നമ്മുടെ സർക്കാരിൻ്റെ പോർട്ടലുകളിൽ വന്നിരിക്കുന്ന കാര്യങ്ങളും ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് എഴുതി ഉണ്ടാക്കിയൊന്നും അല്ലേ, ഓർത്തോണേ. അപ്പോൾ ഇതിൽ കൂടുതലും പിടിച്ചത് 2000 ചിപ്പുള്ള നോട്ടുകളാണ്. ഇപ്പോൾ 2000 നോട്ട് ഇല്ല എന്നുള്ളതും കൂടെ എല്ലാവരും ഓർത്തോണം. അതിനുശേഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ നോട്ട് നിരോധനം കൊണ്ട് ആർക്കൊക്കെ എന്തൊക്കെ ലാഭം ഉണ്ടായി? ഒന്ന്, നമുക്ക് ടാക്സ് റിപ്പോർട്ടേഴ്സ് കൂടി. അതൊരു നല്ല കാര്യമാണ്. ഓക്കെ, ശരി. 2, എല്ലാവരും പിന്നെ ഡിജിറ്റൽ കറൻസി യൂസ് ചെയ്യാൻ വസ്തുവിൻ്റെ വില കുറഞ്ഞിട്ടുണ്ട്. അതൊരു നല്ല കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഈ നല്ല കാര്യങ്ങൾ ഞാൻ എടുത്ത് പറയുന്നത് എന്തുകൊണ്ടാണ്? നല്ലതും സംഭവിച്ചിട്ടുണ്ട്, ഇല്ല നല്ല നമ്മൾ പറയും. ഇനി മോശമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഏകദേശം 115 പേരാണ് ക്യൂവിൽ നിന്ന് മരണപ്പെട്ടത്. ഈ മരിച്ചവരെ ആരും ആദിത്യധർ കണ്ടിട്ടില്ല. ഈ വാർത്ത ഒന്നും ആദിത്യധർ കേട്ടിട്ടുമില്ല. അതിനപ്പുറത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 15 ലക്ഷം പേരുടെ തൊഴിൽ നഷ്ടപ്പെട്ടു എന്നാണ് കണക്കുകൾ റിപ്പോർട്ട് ചെയ്തത്. എന്തുകൊണ്ടാണ് ആദിത്യധർ ഇതിലോട്ടൊന്നും പോകാഞ്ഞത്? തനിക്കാക്കി വിളക്കാക്കുമ്പോൾ ബാക്കിയുള്ളവരെ മറന്നു പോകേണ്ടത് സ്വന്തം ഉത്തരവാദിത്തമാണെന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് മനസ്സിലായി. ഇനി
ഈ അടുത്ത ദിവസം, അതായത് ഇപ്പോൾ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന ദിവസം രാവിലെ വാർത്ത വരുന്നതിനകത്ത് ഞാൻ കണ്ട വാർത്ത, അതായത് 25 മാർച്ച് 2026 വാർത്തയിൽ കണ്ടൊരു സംഭവമാണ്. ഞങ്ങളുടെ കയ്യിൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പണമൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടെ സ്വന്തമായിട്ട് പൈസ അച്ചടിച്ച് ഞങ്ങളുടെ ആവശ്യത്തിനായിട്ട് ഉപയോഗിച്ചു എന്ന് പറഞ്ഞത് ഗുജറാത്തിലെ ഒരു ആൾദൈവമായിട്ടുള്ള പ്രദീപ് ഗുരുജിയാണ്. ഈ ഒരു തെറ്റ് ഞാൻ ചെയ്തുള്ളൂ യുവർ ഓണർ എന്ന് പറയുന്നൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി കൊടുങ്ങല്ലൂരിലൊരു ദിവസം ഉണ്ടായിരുന്നു, സ്വന്തമായിട്ട് തന്നെ വീട്ടിലിരുന്ന് നോട്ടടിച്ച് ആവശ്യമൊക്കെ ഉപയോഗിക്കാനുള്ള പരിപാടിയായിരുന്നു അദ്ദേഹം ചെയ്തുകൊണ്ടത്. എന്തിനാണ് വെറുതെ സർക്കാരിനെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്നത്? ഈ കാര്യങ്ങളൊക്കെ ഞങ്ങളൊക്കെ ചെയ്തോളാം, നിങ്ങളൊന്നാ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയും നോട്ടൊന്നും അടിച്ചുണ്ടാക്കി ബുദ്ധിമുട്ടുണ്ടാകുന്ന പുള്ളിയുടെ സ്റ്റേറ്റ്മെന്റ്. സിനിമയിൽ പറഞ്ഞിരിക്കുന്ന പോലെയാണെന്നുണ്ടെങ്കിൽ ആ കോൺഗ്രസ് സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്ന ഫിനാൻഷ്യൽ മിനിസ്റ്ററോ മറ്റോ ദുബായ് വഴി പാകിസ്ഥാന് ഇതിന്റെ കമ്മട്ടം മറിച്ചു വിറ്റു എന്നാണ് പറയുന്നത്. അവർ വളരെ സത്യമായിട്ട് ആ സിനിമയിൽ അവതരിപ്പിച്ചു. ഇത് വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റിന് ഈ പറഞ്ഞ കണക്കുകൾ തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞ കണക്കുകളായിട്ട് വെക്കുമ്പോൾ ഇവർക്കൊക്കെ ആരായിരിക്കും യഥാർത്ഥ കമ്മട്ടം വിറ്റത് എന്ന് കൂടി നമ്മൾ ചോദിക്കണ്ടേ? അങ്ങനെ നമ്മുടെ കമ്മട്ടം വിറ്റ് പോകാൻ പാടുണ്ടോ? അതായത് നമ്മുടെ സർക്കാർ ചെയ്യുന്നതെല്ലാം ഭയങ്കര കാര്യങ്ങളാണെന്നാണ് ആദിത്യദർ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഈ കമ്മട്ടത്തിന് എന്താണ് സംഭവിച്ചതെന്നുള്ളത് ആദിത്യദർ കേൾക്കുന്നില്ല, ഓർക്കുന്നില്ല, അറിയുന്നില്ല. ശരി, അങ്ങനെയുള്ളതാണെന്നുണ്ടെങ്കിൽ ഇനി തീവ്രവാദ പ്രവർത്തനങ്ങൾ അവസാനിക്കാൻ വേണ്ടിയിട്ടാണ് നോട്ട് നിരോധനം നടത്തിയതെന്ന് പറയുന്നുണ്ട്. സോ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പഹൽഗാം, പുൽവാമ, ഉറി ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നമ്മൾ കാണാതെ പോകരുത്. അപ്പൊ ഇതൊക്കെ ആരുടെ തലയിൽ കൊണ്ട് കെട്ടിവെക്കുന്നു കൂടെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇതൊന്നും ആദിത്യദർ കാണാതെ പോയതല്ല. തനിക്ക് വേണ്ടുന്ന കാര്യങ്ങളെ താൻ വേറൊരു തരത്തിലേക്ക് പ്ലോട്ട് ചെയ്തു ഇങ്ങനെയാണെന്ന് വരുത്തി തീർക്കാൻ കൃത്യമായിട്ട് ശ്രമിക്കുന്ന ഒരു കാര്യമാണ്. ഇനി ടൈം ലൈനിലേക്ക് വരാം. ടൈം ലൈനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ജമീലിന്റെ ക്യാരക്ടറിനെ അവിടത്തേക്ക് അയച്ചിരിക്കുന്നത് ഏകദേശം 45 വർഷങ്ങൾക്ക് മുമ്പാണ് ഇന്ദിരാഗാന്ധി സർക്കാരാണ് അയച്ചിരിക്കുന്നത്. അജിത് ഗോയൽ പറഞ്ഞിട്ടുള്ള പല സ്റ്റേറ്റ്മെന്റ്സും, പണ്ട് പറഞ്ഞ പല സ്റ്റേറ്റ്മെന്റ്സും ഇന്ന് അദ്ദേഹത്തിന് മുറിച്ച് പറയാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. പല വീഡിയോസ് ഇന്ന് സോഷ്യൽ മീഡിയയിലുണ്ട്. അതിനുശേഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം പറയുന്ന മാറി വീശുന്ന കാറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് സ്റ്റേറ്റ്മെന്റ് പ്രകാരം പല കാര്യങ്ങളും കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യപ്പെടുന്നത് എല്ലാം ചായ്വാലയുടെ ബുദ്ധിയാണ് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന് വെക്കുന്ന പരിപാടിയുണ്ട്. അതായത് ചായ്വാല വന്നതിന് ശേഷമാണ് സിനിമയിൽ പറയുന്ന ഡയലോഗ് ഞാൻ എന്നെ കഴിഞ്ഞിട്ട് പറയുന്നതല്ല കേട്ടോ, സിനിമ കണ്ടവന്മാർക്ക് മനസ്സിലാകാൻ പറ്റും. ഇനി മനസ്സിലായില്ലെങ്കിൽ ഉമാരെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ പേഴ്സണൽ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടിങ്ങനെ കുറേ പരിപാടികൾ പിടിക്കും. സോ ഈ സ്റ്റേറ്റ്മെന്റുകൾ പ്രകാരം പല ആൾക്കാരും മരിച്ച സമയവും കാര്യങ്ങളും ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കോൺഗ്രസ് സർക്കാരുകളൊക്കെ ഇരിക്കുന്ന സമയത്താണ് ഇവരൊക്കെ പടവായത്. അതായത് നമ്മുടെ ഏജൻസ് ഇവരെ കൊന്നത് തന്നെയാണ്. ഇഷ്ടപ്പെട്ട് പോയി കിടന്ന് ഇമാര് പണി ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി തന്നെയാണ്. അപ്പോൾ ഇമാര് അടിച്ചിട്ടുള്ളത് ആ കാലഘട്ടത്തിലാണെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. വേറെ അങ്ങനെ അടിച്ച് ഇമാരെയൊക്കെ തീർത്തിട്ടുണ്ടെങ്കിൽ അതും ആ സർക്കാരിനല്ലേ ക്രെഡിറ്റ് കൊടുക്കേണ്ടത്? എന്തുകൊണ്ട് 2014 ശേഷം വന്നൊരു സർക്കാരിന് ക്രെഡിറ്റ് കൊടുക്കുന്നു? സോ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഫാക്റ്റ് ആയിട്ട് നമ്മൾ പറയുമ്പോൾ ചില ആൾക്കാർക്ക് ഭയങ്കര വിഷമം തോന്നും. ഇത് വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയാലിറ്റി നമ്മുടെ മുമ്പിൽ ഇങ്ങനെ തെളിഞ്ഞ് അതിൻ്റെ സ്റ്റേറ്റ്മെന്റുകളായിട്ടും പ്രൂഫുകളായിട്ടും ഒക്കെ ഇരിക്കുമ്പോൾ പല ആൾക്കാർക്കും ഇതൊക്കെ കൊള്ളും. കാരണം ഇലക്ഷൻ അടുത്ത് വരുന്ന സമയത്ത് സിനിമയിലെ കഥയിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കേണ്ട സംവിധായകൻ ഞാൻ കുറച്ച് കാര്യങ്ങൾ പെട്ടെന്ന് സെറ്റ് ചെയ്ത് തരാം, നമുക്കിതൊരു വലിയ ക്യാമ്പയിനായിട്ട് മാറ്റാം എന്ന് പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. ഇതിന് മുമ്പും ഇതുപോലൊരു സിനിമ വന്ന സമയത്ത്, കേരള സ്റ്റോറി വന്ന സമയത്ത് ഇലക്ഷന് വേണ്ടിയിട്ട് പോലും അത് യൂസ് ചെയ്തൊരു പ്രധാനമന്ത്രി നമുക്കുണ്ട്. ഇവർക്ക് പ്രതിരോധിക്കാൻ വഴികളില്ല എന്നുണ്ടെങ്കിൽ ഇവർ ആദ്യം വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റികളിൽ പോയി ഇതിനെപ്പറ്റി ക്വസ്റ്റ്യൻ ആരാഞ്ഞതിന് ശേഷം ഇവർക്ക് ഉത്തരങ്ങൾ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇവർ മറ്റേതെങ്കിലും തരത്തിൽ ഇതിനെ വളച്ചൊടിച്ചു കഴിഞ്ഞാൽ ഞാൻ മറ്റൊരാളാകും, എന്നെ സംഖ്യയാക്കും, അല്ലെങ്കിൽ എന്നെ കമ്മിയാക്കും, കൊങ്ങിയാക്കും, ജിഹാദിയാക്കും, സുഡാപ്പിയാക്കും, ഇങ്ങനെ പല രീതിയിലും എന്നെ പ്ലേസ് ചെയ്യും, എന്നെ പോർട്രേറ്റ് ചെയ്യും. കാരണം ഇവർക്ക് ഉത്തരവില്ല. കാരണം വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് കിട്ടുന്ന ഉത്തരങ്ങൾ മാത്രമേ ഇവരുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും. പല ഫാക്ട്സും വെച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ പലപ്പോഴും മിണ്ടാതിരിക്കുകയാണ് പതിവ്. അല്ലെങ്കിൽ ഇവർ നമ്മളെ മറ്റേതെങ്കിലും രാജ്യത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇവർ മറ്റേ പാസ്പോർട്ട് എടുത്ത് തരുന്നൊരു പരിപാടി അങ്ങ് ചെയ്യും. അപ്പോൾ പിന്നെ എളുപ്പമാണല്ലോ കാര്യങ്ങൾ. ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള സിനിമകളെയും ഇവർ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങൾ മാത്രമാണല്ലോ ശരി എന്ന് പറഞ്ഞു വെക്കാൻ വേണ്ടിയിട്ടുള്ള കോൺസെപ്റ്റുകളിലേക്ക് കൊണ്ടെത്തിക്കാനായിട്ട് അഹോരാത്രം പണിയെടുക്കുന്നുണ്ട്. സോ കമ്മാരൻ നമ്പ്യാർ റിട്ടേൺസ് എന്ന് പറയുന്ന പോലെ തന്നെ കമ്മാരൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ പോർട്രേറ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ഉദാഹരണം കൂടിയാണ് ദുരന്തർ 2 എന്ന് പറയാതിരിക്കാൻ വയ്യ. സോ കൂടുതലൊന്നും പറയുന്നില്ല. അപ്പോൾ നമ്മൾ പറയുന്ന സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ എൻ്റെ സ്വന്തമൊന്നുമല്ല, എല്ലാം നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന ഫോണിനകത്തോ ലാപ്ടോപ്പിനകത്തോ കമ്പ്യൂട്ടറിനകത്തോ ഒക്കെ ഒന്ന് പോയി തപ്പി കഴിക്കാൻ കിട്ടും. പക്ഷേ ഇതൊന്നും തപ്പിയെടുക്കാൻ വയ്യ. നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്ന ഉത്തരങ്ങളുണ്ട്, സോ അത് വെച്ച് ഞങ്ങൾ പ്രതിരോധിക്കാം എന്നാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ ഓക്കെ ആയിക്കോട്ടെ. ഞാൻ ഇതിനൊന്നും വില പോകുന്നില്ല. കാരണം എൻ്റെ മുമ്പിലുള്ളതൊക്കെ സത്യങ്ങളാണ്. ഈ സത്യങ്ങളൊക്കെ തന്നെയാണ് ഞാൻ എടുത്ത് നിങ്ങളുടെ മുമ്പിലേക്ക് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ കയ്യിൽ നിന്നിട്ടൊന്നും പറയുന്നതല്ല. അപ്പോൾ കൂടുതലൊന്നും പറയില്ല. ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള റിയാക്ഷൻ വീഡിയോസ് ഇനിയും കാണാനായിട്ട് ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോ. അപ്പോൾ നിങ്ങൾ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് വെച്ചോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നല്ല രീതിയിൽ കമൻറ്റ് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മാന്യമായി കമൻറ്റ് ചെയ്യൂ. തീർച്ചയായിട്ടും നല്ല നല്ല മറുപടികളും നമുക്ക് സംവദിക്കാം. അത്രേ ഉള്ളൂ. അപ്പോൾ കൂടുതൽ പറയില്ല. പുതിയ വീഡിയോസ് പിന്നെ കാണാൻ വിട്ടോ. ബൈ ബൈ.